ഓം നമോ നാരായണായ നമ. എല്ലാവർക്കും നമസ്കാരം. ക്ഷേത്ര ദർശനം നടത്തുക എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്, അല്ലേ? അങ്ങനെ ക്ഷേത്ര ദർശനം നടത്തി പുറത്തു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദം അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ ഈ ക്ഷേത്ര ദർശനം നടത്തുന്നതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ആ ചിട്ടവട്ടങ്ങൾ പാലിച്ച് ക്ഷേത്ര ദർശനം നടത്തിയാൽ മാത്രമാണ് നമുക്ക് അതിൻ്റേതായ ഗുണഫലം ലഭ്യമാവുക, ഭഗവാൻ നമ്മളിൽ പ്രസന്നനാവുക. ദേവനോ ദേവിയോ ആരുമാകട്ടെ, നമ്മുടെ ഭവനത്തിന് അടുത്തുള്ള ക്ഷേത്രത്തിൽ വല്ലപ്പോഴുമെങ്കിലും ദർശനം നടത്തുന്നത് മുടക്കാൻ പാടുള്ളതല്ല. ഒരുപക്ഷെ ഗുരുവായൂർ, വടക്കുംനാഥ ക്ഷേത്രം പോലെയുള്ള വലിയ വലിയ ക്ഷേത്രങ്ങൾ നിങ്ങൾക്ക് പോകാനും ദർശനം നടത്തുവാനുമൊക്കെ ആഗ്രഹങ്ങൾ കാണും. നിങ്ങൾ അങ്ങനെ പോകുന്നവരുമായിരിക്കാം. പക്ഷേ തൊട്ടടുത്ത് ഇരിക്കുന്ന ദേവനെയോ ദേവിയെയോ കാണാതെ നാം ദൂരെയുള്ളൊരമ്പലത്തിൽ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ അത് ആ അടുത്തുള്ള ആളെ പിണക്കുന്നതിന് സമമാണ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വളരെ ചുരുക്കത്തിൽ ഞാനൊന്ന് പറഞ്ഞു തരാം. ഭഗവാൻ സർവ്വവ്യാപിയാണെങ്കിലും ഭഗവത് ചൈതന്യം മൂർത്തിമത് ഭാവത്തിൽ വിളങ്ങുന്ന ഇടമാണ് ആരാധനാലയങ്ങൾ. അനുകൂല ഊർജം നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിനായി ചില ചിട്ടവട്ടങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഭക്തിക്ക് പ്രാധാന്യം നൽകി വേണം ക്ഷേത്ര ദർശനം നടത്തേണ്ടത്. അതായത് ദേവൻ്റെ നാമം ഭക്തിയോടെ ജപിച്ച് ശ്രീകോവിലിന് ചുറ്റുമുള്ള പ്രദക്ഷിണം ആരംഭിക്കാം. ഭക്തൻ്റെ വലതുവശത്ത് ബലിക്കല്ല് വരത്തക്ക വിധം വേണം പ്രദക്ഷിണം വയ്ക്കാൻ. ഗണപതി ഒഴികെയുള്ള ദേവീദേവന്മാർക്ക് ഒറ്റ പ്രദക്ഷിണം പാടില്ല. രാവിലെ പ്രദക്ഷിണം വച്ചാൽ രോഗശമനവും, ഉച്ചയ്ക്ക് അഭിഷ്ടസിദ്ധിയും, സന്ധ്യയ്ക്ക് പാപപരിഹാരവും, രാത്രി മോക്ഷവുമാണ് ഫലം. എല്ലാ ദേവീദേവന്മാർക്കും പൊതുവെ 3 പ്രദക്ഷിണമാകാം. ഗണപതിക്ക് ഒറ്റ പ്രദക്ഷിണം, സൂര്യന് 2 പ്രദക്ഷിണം, മഹാദേവന് 3 പ്രദക്ഷിണം, ദേവിക്ക് 3, 5, 7 എന്നിങ്ങനെ പ്രദക്ഷിണങ്ങൾ. മഹാവിഷ്ണു, ശ്രീരാമൻ, കൃഷ്ണൻ, ധന്വന്തരി എന്നിവർക്ക് 4 പ്രദക്ഷിണമാകാം. ഹനുമാൻ സ്വാമി, നാഗരാജാവ് എന്നിവർക്ക് 3 പ്രദക്ഷിണം. ശാസ്താവിന് 5 പ്രദക്ഷിണമാണ് പറയുന്നത്. അരയാലിന് ചുറ്റും 7 പ്രദക്ഷിണം വേണം. സുബ്രഹ്മണ്യന് 6 പ്രദക്ഷിണവും. കഴിഞ്ഞില്ലെങ്കിൽ 3 പ്രദക്ഷിണം മതിയാവും. ചുറ്റമ്പലത്തിന് പുറത്തൂടെ വലം വച്ച ശേഷം ക്ഷേത്രത്തിനകത്തേക്ക് കയറി ഭഗവാന്റെ വാഹനത്തെ വണങ്ങിയ ശേഷം ഭഗവാനെ തൊഴുക. കാരണം ഭഗവാന്റെ വാഹനമാണ് ഭഗവാനെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഭഗവാനെ കാണാനുള്ള അനുമതി തേടുക എന്ന സങ്കല്പത്തിലാണ് ഭഗവാന്റെ വാഹനത്തെ വന്ദിക്കുന്നത്. നമ്മൾ മഹാവിഷ്ണു ക്ഷേത്രത്തിലും മറ്റും പോയി കഴിഞ്ഞാൽ മനസ്സിലാവും, ഭഗവാൻ മഹാവിഷ്ണുവും ഗരുഡനും മുഖാമുഖം ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഇരിക്കെ അവിടുത്തെ പൂജാരി അല്ലെങ്കിൽ തന്ത്രി വന്നിട്ട് ഈ ഗരുഡ ഭഗവാനും കൂടി ആരതി ഒഴിയുന്നത്, കർപ്പൂരം ഒഴിയുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഭഗവാനും ഭഗവത് വാഹനത്തിനും ഇടയിലൂടെ നടക്കുവാൻ പാടുള്ളതല്ല. അടുത്തത്, ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ചന്ദനവും മറ്റ് പ്രസാദങ്ങളും അവിടെ തന്നെ ഉപേക്ഷിക്കരുത്. പലരും അവിടുത്തെ കാണിക്കയിലും മറ്റുമൊക്കെ ചന്ദനം തേച്ച് വച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നത് കാണാം. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഭഗവാനെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. തൊഴുത് പുറത്തിറങ്ങിയ ശേഷം വേണം ചന്ദനം തൊടുന്നതും മറ്റ് പ്രസാദങ്ങൾ സേവിക്കുന്നതും. പ്രദക്ഷിണ ശേഷം കൊടിമര ചുവട്ടിൽ പുരുഷന്മാർ സാഷ്ടാംഗ നമസ്കാരവും സ്ത്രീകൾ പഞ്ചാംഗ നമസ്കാരവും ചെയ്യണം. സ്ത്രീകൾ ശയനപ്രദക്ഷിണം ചെയ്യാൻ പാടില്ല. ഒറ്റയടി പ്രദക്ഷിണമാണ് അഭികാമ്യം. ശ്രീകോവിലിൽ നിന്ന് പുറത്തേക്ക് ഓവിൽ തൊടുകയോ ഓവിലൂടെ വരുന്ന തീർത്ഥം കോരി കുടിക്കുകയോ ചെയ്യരുത്. ശ്രീകോവിലിൻ്റെ നടയിലും ബലിക്കല്ലിലും തൊട്ട് തൊഴുന്നത് പലരും അബദ്ധവശാൽ ബലിക്കല്ലിൽ തട്ടിയാൽ തൊട്ട് തൊഴരുത്. 3 തവണ ക്ഷമാപണ മന്ത്രം ജപിക്കുക. നിങ്ങൾക്ക് ക്ഷമാപണ മന്ത്രം വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ഞാനത് അയച്ചു തരുന്നതാണ്. ക്ഷേത്രത്തിനുള്ളിൽ വച്ച് ഉച്ചത്തിലുള്ള സംസാരം, ചിരി, പരിചയം പുതുക്കൽ എന്നിവ ഒഴിവാക്കുക. നാമജപത്തിന് മാത്രമായിരിക്കണം ശബ്ദം ഉയർത്തേണ്ടത്. പുല, വാലായ്മ, ആർത്തവം തുടങ്ങിയ സമയങ്ങളിൽ ക്ഷേത്ര ദർശനം പാടില്ല. പുലയിൽ 16 ദിവസവും വാലായ്മയിൽ 11 ദിവസവും ആർത്തവം കഴിഞ്ഞ് 7 ദിവസവും ശേഷം ക്ഷേത്ര ദർശനം നടത്താവൂ.
ഗർഭിണികൾ 7-ാം മാസം തുടങ്ങി കുഞ്ഞിന് ചോറൂണ് കൊടുക്കുന്നിടം വരെയും ദർശനം പാടില്ല. സ്ത്രീകൾ മുടിയഴിച്ചിട്ടുകൊണ്ടും പുരുഷന്മാർ ഷർട്ട്, ബനിയൻ എന്നിവ ധരിച്ചുകൊണ്ടും ദേവദർശനം പാടില്ല. ക്ഷേത്രങ്ങളിലാവട്ടെ സ്വന്തം ഭവനങ്ങളിൽ നിലവിളക്ക് തെളിയിച്ചാകട്ടെ. എവിടെയായാലും മന്ത്രങ്ങളും ജപങ്ങളും ഒരിക്കലും അർത്ഥം അറിയാതെ തെറ്റിച്ച് ജപിക്കാൻ പാടുള്ളതല്ല. അറിവില്ലായ്മ ഉണ്ടെങ്കിൽ മൂലമന്ത്രങ്ങൾ മാത്രം ജപിക്കുക. തെറ്റായി ജപിക്കുന്നത് ഒരുപാട് ഭവിഷ്യത്തുകൾ വിളിച്ചു വരുത്തും. ഇതുപോലുള്ള ആത്മീയപരമായ വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയും ആൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയും ചെയ്യുക.